എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് എന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കുറെ നേരമായല്ലോ നീ എനിക്കിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങി തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെന്നറിയാവോ? ഓ ജീസസ്. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ ഇതുപോലെ ഒരു തേർഡ് റേറ്റ് സാധനത്തിനെ കൊണ്ടുവന്ന വസ്തു കൊടുത്തതിന് എന്തിടേ? വസ്തു എന്തോന്നായി? ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാം, വല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടാകണം, അത് മൊത്തത്തിൽ ഒഴുകിയങ്ങ് പോകണം, ദൈവം പ്രവർത്തിക്കണമെന്നാ പറയണേ. ഒരു പള്ളിയിലെ ഫാദറായിരിക്കുന്ന ദൈവത്തിന്റെ കാലടികളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, യാതൊരു രീതിയിലും ഒരു ക്രിമിനൽ ഇതിനകത്തും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വ്യക്തിയെ പറയുന്നത് ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ആ മനുഷ്യൻ താന്നു കൊടുക്കുക? ഭൂമിയോളം താഴാൻ പറ്റൂ? എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഓർത്തു നോക്കിയാണ്. അങ്ങ് തകർക്കുകയാണ്, അങ്ങ് അറുമാതിക്കുന്ന അടി എത്ര നേരം വേണോടി? രണാസുനെ പൊട്ടിത്തെറിക്കുന്ന ആരോടാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിന്റെ അടുത്താണ് ഇത്ര രോഷത്തില് നമ്മുടെ രേണുസുതി പ്രതികരിക്കുന്നത്. രേണുസുതിയെ കുറിച്ച് ഷെഫീന ബീവി പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതിക്ക് നല്ല രീതിയിൽ മറുപടി കൊടുക്കണമെങ്കിൽ അത് ഷെഫീന ബീവി തന്നെ വേണം കേട്ടോ. കാരണം അവര് നല്ല രീതിയിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാന്ന് പറയത്തില്ല, അതിന് ഷെഫീന ബീവിക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ രേണുസുതിയെ ഷെഫീന ബീവി പറയുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? കാണാം. ഈ രേണുവിന്റെ കൂടെയുള്ള എന്തിനച്ചിയും കൂടെ അവിടെ കിടന്ന് ആടുന്നു. നീ നാക്കെടുത്ത് സംസാരിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ അതിനേക്കാൾ ശക്തമായ ഭാഷ സംസാരിക്കാൻ ഷെഫീനയ്ക്ക് അറിയാം. വെറുതെ ആ ഒരു എക്സ്ട്രീമിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ലാത്തോണ്ട് ഞാൻ മൗനമായിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം നീ എന്ത് കൊണ പറഞ്ഞാലും ആ കൊണ കേട്ട് ആട്ടൂന്ന് വിചാരിക്കണ്ട. നിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നിനക്കെതിരെ വീഡിയോ ചെയ്തവർ അത്രയും പറയുന്നുണ്ട്. നീ ഞാനത് ഏറ്റു പറയേണ്ട കാര്യമില്ലല്ലോ. രേണുസുതിയുടെ വിഷയത്തിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ടാവും. കാരണം അവൾ കാണിക്കുന്നത് ചെറ്റത്തരമാണ്, പക്ക പോക്കൃത്തരമാണ്, ഹറാം പുറത്തരമാണ് അവൾ കാണിക്കുന്നത്. ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത പടു വൃത്തികേടാണ് ആ പെണ്ണ് കാണിക്കുന്നത്. വസ്തു കൊടുത്ത മനുഷ്യർക്ക് കിടക്കപ്പുറതിയില്ല. അവള് മറ്റേ ആളെ അഡ്രസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ്. അവര് വീട് വെച്ചു കൊടുത്തതിനകത്ത് ഡാമേജ് ഉണ്ടെന്ന് പറയുന്നു, സിമന്റ് കുറഞ്ഞു, അതിനകത്ത് ഇത്ര കമ്പി കുറഞ്ഞു, ഇതൊക്കെയല്ലേ കംപ്ലൈന്റ്. ആയിക്കോട്ടെ, ആ മനുഷ്യ പറമ്പല്ലേ കൊടുത്തുള്ളൂ. അവിടെ നിൽക്കുന്ന ഫാദറിനെ അവർക്ക് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ഇത് ഇത്രയും സിവിയർ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ വളരെ വിഷമത്തോടു കൂടി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാര്യവുമില്ലാതെ എന്നെ സൈബർ ബുള്ളിങ്ങിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന്. അതൊരു പുരോഹിതനല്ലേ? അയാളെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എന്താണ്, തലയ്ക്ക് സുഖമില്ലേ? എന്താണ് ഇത്രയും കഴപ്പ് പിടിച്ച കുറെ എണ്ണം മുള്ളും മുരുക്കി പോയി കയറുന്നടികളെ ഇത്രയും തിളച്ചു മറിയാതെ? ഈ ആ നാറിയുണ്ടല്ലോ, വേറു നാറിയല്ല, ഭൂലോക നാറിയാണ്. പെട്ടെന്ന് കൊണ്ട് ഇവളെ ഉണ്ടല്ലോ, ഇവളെ കിട്ടിയാലും മാട്ടാല് വെട്ടി അടിക്കണം. ഇവക്കാണ് മാട്ടാല് വെട്ടി അടിക്കേണ്ടത്, മനസ്സിലായ? ഈ ദുരന്തത്തിനെ സൊസൈറ്റിയിലേക്ക് കൊടുത്ത് ഒരു മനുഷ്യർക്കും ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടാതാക്കിയതാ ഈ നാറി തള്ളയാണ്. ഇവക്കാണ് അടി കൊടുക്കേണ്ടത്. ഇവള് വന്ന് ഈ പെർഫോമൻസ് കാണിച്ച് എടി ഇത്രയെങ്കിലും നീ അയാൾക്ക് വേണ്ടി ഒന്ന് കരഞ്ഞിട്ടുണ്ടോടി? ഈ മനുഷ്യരൊക്കെ ഇരുന്ന് കരയുന്നത് കണ്ടോ? ഇത്രയെങ്കിലും ആ ചത്തുപോയതിന് വേണ്ടി നീ ചെയ്തിട്ടുണ്ടോ? ആ ചെറുക്കൻ കേൾക്കാൻ ഇനി എന്തെങ്കിലും മിച്ചമുണ്ടോ? നീ എന്ന നാശം കാരണം കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഇരുന്ന് കരയ്യ. എന്തോരം മനപ്രയാസത്തിൽ അവരുണ്ട്. ഒരാളെങ്കിലും നിനക്ക് വേണ്ടി വായ തുറക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഈ കരയുന്ന ഈ സ്ത്രീക്ക് എടി നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായി വായ തുറന്നൊന്ന് പറയടി നീ ചെയ്ത തെറ്റെന്താണെന്ന്. ആ പിള്ളേർക്കെന്നും പറഞ്ഞിട്ട് ഈ വസ്തു വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ഫാദറിനെ പൊതുസമൂഹത്തായിട്ട് വലിച്ചു കീറുമ്പോ നിന്റെ കണ്ണാക്കി പിരിവെട്ടിയോ? ഈ സ്ത്രീ ഇനി ഒരാളുടെ വിഷയം പറഞ്ഞുകൊണ്ട് വന്നാൽ കല്ലെടുത്ത് എറിഞ്ഞു കൊടുക്കണം, മനസ്സിലായോ? ഇതുപോലെ ഒരു തേർഡ് റേറ്റ് സാധനത്തിനെ കൊണ്ടുവന്ന വസ്തു കൊടുത്തതിന് എന്തിടേ? വസ്തു എന്തോന്നായി? ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാം, വല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടാകണം, അത് മൊത്തത്തിൽ ഒഴുകിയങ്ങ് പോകണം, ദൈവം പ്രവർത്തിക്കണമെന്നാ പറയണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം മറുപടി എന്ന് വെച്ചാൽ കിടിലം മറുപടി. രേണുസുതിക്ക് ഇത് തന്നെ കിട്ടണം. രേണുസുതിയെ കുറിച്ച് ആര് എന്താ പറഞ്ഞാലും ഒട്ടാനെ അവർക്കെതിരെ വീഡിയോ ഇടുന്ന ഒരു സുഹൃത്ത് രേണുസുതിക്കൊപ്പം ഉണ്ട്. ആരാണെന്ന് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവരും ഈ രേണുസുതിയും വേറൊരു സുഹൃത്തും കൂടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ആ വീട് കൊടുത്ത ബിഷപ്പിനെ
എന്താ പറയാ, പറയാവുന്ന വൃത്തികേടുകളൊക്കെ അദ്ദേഹത്തെ കളിയാക്കുകയാണ്. ഞാൻ ഒരു പുരോഹിതനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴും വീണ്ടും രേണുസുതിക്ക് കുറച്ചൊരു റീച്ച് കുറഞ്ഞു എന്ന് കാണുമ്പോഴത്തേക്കും വന്നിട്ട് ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും വീട് വെച്ചു കൊടുത്ത ഫിറോസിനെയൊക്കെ വന്നിട്ട് പച്ചത്തെറിയും അപരാധവും പറയുന്നതാണ് ഈ രേണുസുതിയുടെ മെയിൻ പരിപാടി. രേണുസുതി പല മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞു, ആ വീട്ടിൽ ഞാൻ നാണം കെട്ടാണ് നിൽക്കുന്നത്, എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഭേദം വാടകയ്ക്ക് താമസിക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കും. അപ്പൊ ഷെഫീന ബീവി പറഞ്ഞു, ഇത്ര നാണക്കേടുള്ള നീ എന്തിനവിടെ നിൽക്കുന്ന, ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ എന്താണ് തെറ്റതിൽ എന്താണ്? എത്രയോ ആൾക്കാര് അതുപോലെയൊക്കെ ഒരു വീടോ അല്ലെ സ്ഥലമോ ഒക്കെ കിട്ടാൻ കൊതിക്കുന്നവരുണ്ട്. അർഹതപ്പെട്ടവർക്ക് കിട്ടണം. ഇങ്ങനെ സ്ഥലം ആയിക്കോട്ടെ വീടായിക്കോട്ടെ, അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുവാണെങ്കിലുണ്ടല്ലോ അവരൊക്കെ അത് പൊന്നു പോലെ നോക്കും. ഇത് അർഹതപ്പെട്ട കൈകളിലേക്കല്ല ആ സ്ഥലമാണെങ്കിലും ആ വീടാണേലും എത്തിയത്. കണ്ടില്ല, അതിന്റെ അഹങ്കാരമാണല്ലോ ഇപ്പൊ ആ ഒരു ബിഷപ്പിനെയും വീട് വെച്ചു കൊടുത്തവരെയും ഇവരെ സഹായിച്ചവരെ എല്ലാം ഇവര് അന്നങ്ങ് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെതിരായിട്ട് ഷെഫീന ബീവി കൊടുത്ത മറുപടിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ശക്തമായിട്ടുള്ള നിലപാടാണ്. അവർ പറയുന്നതിൽ 100% ഞാൻ യോജിക്കുന്നു. എന്തായാലും രേണുസുതിക്ക് ഇതിൽ കൂടുതൽ മറുപടി ഒന്നും കിട്ടാനില്ല. ഇനിയും ഇതുപോലെ കലി തുള്ളിക്കൊണ്ട് വന്ന് ഓരോന്ന് പുലമ്പാതിരിക്കുക രണാസുന.